പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്നേ ദിവസം പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലൊട്ടാകെ നടന്ന പ്രത്യക്ഷ സമരമായ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച്. പ്രസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ സംഘടന എന്നൊക്കെ വിചാരിച്ചേക്കാം. എന്നാൽ അങ്ങനെയാണോ? അല്ല. അത് ഏറ്റവും ആദ്യം നമ്മൾ ഉറപ്പിക്കണം. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ആശയ പ്രചരണം എന്നാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവ. ഉദാഹരണമായി പറഞ്ഞാൽ അലിഗഡ് പ്രസ്ഥാനം അല്ലെ, പിന്നെ സ്വരാജ് പ്രസ്ഥാനം, സ്വദേശി പ്രസ്ഥാനം അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആശയപ്രചരണമാണ് എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് സംഘടനയല്ല. ഇംഗ്ലീഷിൽ മൂവ്മെന്റ് എന്ന് നമ്മൾ പറയും അല്ലെ. നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ട ആശയമാണ് അവിടെ പ്രചരിപ്പിക്കുന്നത്? സഹകരിക്കാതിരിക്കുക. ഇപ്പൊ സഹകരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യ സമരമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ബ്രിട്ടീഷുകാരുമായി സഹകരണം വേണ്ട. ഏതൊക്കെ മേഖലയിൽ? അതിപ്പോ ജോലി ചെയ്യുന്ന മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസം നേടുന്ന മേഖലയിലാണെങ്കിലും മറ്റ് ഏതൊരു മേഖല, ഇപ്പോ കൃഷി ആയിക്കോട്ടെ, വ്യാപാരം, വ്യവസായം എന്തോ ആയിക്കോട്ടെ, ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്ക് ചുരുക്കി പറയാൻ കഴിയും. ഓക്കെ, അപ്പോ ബേസിക് ആയിട്ട് മനസ്സിലാക്കാം നിസ്സഹകരണം എന്താ? ബ്രിട്ടീഷുകാരുമായി ഒരുവിധ സഹകരണം വേണ്ട എന്ന കാഴ്ചപ്പാട്. ആരംഭിച്ചാലോ? യെസ്, ആരംഭിക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ അഖിലേന്ത്യാ ബഹുജന പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വരാജ് നേടിയെടുക്കുക എന്നതാണ് അല്ലെ. ഈ സ്വരാജ് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലക്ഷ്യമായി സ്വീകരിച്ചതെന്നാണ്. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1905 ബനാറസ് സമ്മേളനത്തിലാണ് സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുക. ഒരു സംഘടനയില് ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി എന്ന് പറഞ്ഞാല് ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്താണോ ആ ഉള്ളടക്കം ആ സംഘടനയുടെ ലക്ഷ്യമായി സ്വീകരിച്ചു എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്വരാജ് നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ 1905 സ്വരാജ് പ്രമേയത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് നേടുക എന്നായിട്ട് മാറിയിരുന്നു. ഇത് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നത് എന്നായിരുന്നു. സ്വരാജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് എന്നായിരുന്നു 1906 കൽക്കട്ട സമ്മേളനത്തിൽ. അപ്പോ 1905 തൊട്ട് സ്വരാജ് നേടണമെന്ന ലക്ഷ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചു. 1906 ആദ്യമായി ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ കിട്ടിയോ? ഇല്ല. എന്നെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് പിന്നോക്കം പോവാണോ? ഇല്ല. തുടർന്ന് വീണ്ടും സമരങ്ങൾ ആസൂത്രണം ചെയ്യണം അല്ലേ? അങ്ങനെയുള്ള സമരങ്ങളിൽ ഒന്നാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പോ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ അഖിലേന്ത്യാ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? സ്വരാജ് നേടുക. മറ്റ് ഉപലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പഞ്ചാബിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പഠിച്ചു അല്ലെ. അത് തന്നെയാണ് പഞ്ചാബിലെ പ്രശ്നങ്ങൾ. കാരണം ഈ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് അതിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷൻ നിയമിക്കുകയാണ് അന്ന് 1919. 22 റിപ്പോർട്ട് സമർപ്പിക്കുക അല്ലെ. 19 നിയമിച്ച കമ്മീഷൻ എന്തുകൊണ്ട് 20 റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്നത് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചോദിക്കുന്നു. കാരണം ഈ നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന 20 കേട്ടോ, 2021. അപ്പൊ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അതിന്റെ തുടർ നടപടി ചെയ്യുന്നില്ല. കാരണം എന്താ? അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് തുടർ നടപടികൾ ചർച്ച ചെയ്യാം എന്ന കാഴ്ചപ്പാടിലായിരുന്നു ബ്രിട്ടീഷ് അധികാരികൾ. അതിനെതിരെ അതിശക്തമായി ഇവിടെ നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ പ്രതിഷേധിക്കുകയാണ്. പഞ്ചാബിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. ഖിലാഫത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഖിലാഫത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇമ്പോർട്ടന്റ് അല്ലേ? യെസ്, വളരെ പ്രാധാന്യമർഹിക്കുന്നു. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ അഖിലേന്ത്യാ ബഹുജന പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വരാജ് നേടിയെടുക്കുക. മറ്റു ലക്ഷ്യങ്ങൾ എന്തൊക്കെ? പഞ്ചാബിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഖിലാഫത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്.
നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ. സ്വദേശി പ്രചരണം. ബ്രിട്ടീഷുകാരുമായി സഹകരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് താല്പര്യമില്ല. ബ്രിട്ടീഷ് സേവനങ്ങൾ താല്പര്യമില്ല. പകരം എന്ത് വേണം? തദ്ദേശീയമായി നമ്മൾ എന്ത് ചെയ്യണം? സേവനങ്ങൾ ആരംഭിക്കണം അല്ലേ? വേണം. അപ്പൊ സ്വദേശി പ്രചരണമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. ഈ സ്വദേശി പ്രചരണം ബംഗാൾ വിഭജനം തൊട്ട് ആരംഭിച്ചതാണ് അല്ലേ? ഇന്ത്യയിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ അത് ഏറ്റെടുക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്താണ്. നമ്മൾ സ്വദേശി പ്രസ്ഥാനമൊക്കെ പഠിച്ചു അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണോ 1905 ഓഗസ്റ്റ് 6-ന് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്? ഒരിക്കലുമല്ല. ഇന്ത്യയിലെ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ കൽക്കട്ടയിൽ ടൗൺ ഹാളിൽ ആരംഭിച്ചതാ. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രസക്തിയില്ല. ആ വർഷം 1905 വാർഷിക സമ്മേളനം ഡിസംബറിൽ നടന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വദേശി പ്രചരണം ലക്ഷ്യമായി സ്വീകരിച്ചു. പക്ഷെ അതിനാവശ്യമായ പ്രത്യക്ഷ സമരം ആരംഭിക്കുന്നത് എപ്പോഴാ? ഈ നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്താണ്. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. അതായത് ബ്രിട്ടീഷുകാരുടെ വിദ്യാലയങ്ങളിൽ ഇന്ത്യക്കാർ ഇനി പഠിക്കണ്ട. പകരം എന്ത് ചെയ്യുക? ഇന്ത്യക്കാർ ആരംഭിക്കുന്ന വിദ്യാലയങ്ങളിൽ പഠിക്കാം. അപ്പൊ വിദ്യാലയങ്ങൾ വേണം. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തുക. അയിത്തോച്ചാടനത്തിനെതിരെ രംഗത്ത് വരിക. സ്വദേശി പ്രചരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തുക, അയിത്തോച്ചാടന പ്രവർത്തനങ്ങൾ. ഇവയാണ് പ്രധാനമായും നിസ്സഹകരണ പ്രവർത്തനങ്ങളായി നിർദ്ദേശിക്കപ്പെട്ടത്. ഈ ഒരു ആശയമെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഗാന്ധിജിയാണല്ലോ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുക. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടുകയും പ്രത്യേക സമ്മേളനത്തിൽ ഈ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതുവരെ അംഗങ്ങൾക്കും അറിയത്തില്ല. ഇവര് ചർച്ച ചെയ്ത് തയ്യാറാക്കി വെക്കുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. ഇന്നതൊക്കെയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു? ഈ പ്രമേയം റെസൊല്യൂഷൻ അവതരിപ്പിക്കുകയാണ്. ആരാ? ഗാന്ധിജി. ഏത് സമ്മേളനത്തിലാ? 1920 പ്രത്യേക സമ്മേളനം എവിടെ വിളിച്ചുകൂട്ടി? കൽക്കട്ടയിൽ വിളിച്ചുകൂട്ടി. 1920 ഈ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന പ്രമേയം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടുക. ആ പ്രത്യേക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ തീവ്രവാദി നേതാവ് കൂടെയായ ലാലാ ലജ്പത് റോയ് ആയിരുന്നു. ഓക്കെ. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജി എന്ന 1920 കൽക്കട്ടയിലെ പ്രത്യേക സമ്മേളനത്തിൽ. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങൾ നടക്കുന്നത് എപ്പോഴും ഡിസംബർ മാസമാണ്. ആണേ. അപ്പൊ വാർഷിക സമ്മേളനം നടക്കുന്നത് ഡിസംബറിലാണെങ്കിൽ പ്രത്യേക ആവശ്യത്തിനുവേണ്ടി സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് എന്നായിരിക്കും? തീർച്ചയായിട്ടും അതിന് മുൻപായിരിക്കും. തീർച്ചയായിട്ടും അതിന് മുൻപായിരിക്കും. അല്ലേ? യെസ്. അതുകൊണ്ട് നമ്മളിവിടെ ആദ്യം സ്പെഷ്യലൈസേഷൻ പറയണം കേട്ടോ. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടിയത് കൽക്കട്ടയിലാണ്. അതിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റോയ്. ഈ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയത്തിന്റെ ഉള്ളടക്കത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ലക്ഷ്യം സ്വരാജ്യം നേടിയെടുക്കുക എന്നാണ്. പഞ്ചാബിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ഖിലാഫത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പ്രധാന പ്രവർത്തനങ്ങളായി നിർദ്ദേശിച്ചത് സ്വദേശി പ്രചരണം, വിദേശ വിദ്യാലയങ്ങൾ എതിർത്തുകൊണ്ട് സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തുക, അയിത്തോച്ചാടന പ്രവർത്തനങ്ങൾ. ഇതൊക്കെയല്ലേ? ഇതങ്ങനെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ പല കാര്യങ്ങളും അവിടെ അംഗങ്ങളെല്ലാം പിന്തുണച്ചു. പക്ഷേ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവര് ആ ജോലി ഒഴിവാക്കണം. ബ്രിട്ടീഷ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവര് പെട്ടെന്ന് ആ പഠനം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത് അംഗീകരിക്കുവാൻ ഭൂരിപക്ഷം പ്രവർത്തകരും തയ്യാറായില്ല. എന്തുകൊണ്ടായിരിക്കാം? പെട്ടെന്നൊരു ദിവസം ജോലി രാജിവെച്ചിട്ട് വന്നു കഴിഞ്ഞാല് കുടുംബം പട്ടിണിയിലാവില്ലേ? ആ ജോലി ചെയ്യുന്ന വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നവർ പട്ടിണിയാവില്ലേ? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അതായത് അംഗങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് ഞങ്ങൾക്ക് രാജിവെക്കാൻ പറ്റില്ല. മറ്റ് ജോലി കിട്ടുന്നത് വരെ ഞങ്ങൾക്കിത് തുടർന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രമേയം പാസ്സാക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേക സമ്മേളനത്തിൽ കൽക്കട്ടയിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഈ പ്രമേയം പാസ്സാക്കാൻ കഴിഞ്ഞോ? ഇല്ല. ചില കാര്യങ്ങൾ അംഗങ്ങൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് പ്രമേയം പാസ്സാക്കാൻ കഴിഞ്ഞില്ല. ഒടുവില് നിശ്ചിത കാലാവധി കൊടുത്തു. ഓക്കെ, നമുക്ക് ഒരു ചെറിയ സമയം തരാം. വാർഷിക സമ്മേളനത്തിന് മുൻപ് നിങ്ങൾ പുതിയ ജോലി കണ്ടെത്തുകയും ബ്രിട്ടീഷുകാരുടെ ജോലി അവസാനിപ്പിക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശം ഉണ്ടായി. അങ്ങനെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ 1920 വാർഷിക സമ്മേളനം നടക്കുകയാണ്. 1920 വാർഷിക സമ്മേളനം നടക്കുന്നത് നാഗ്പൂരിൽ വെച്ച്. ഈ വാർഷിക സമ്മേളനത്തിൽ വെച്ച് പ്രമേയം പാസാക്കി. അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് പറയാം. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത്, അഥവാ നിസ്സഹകരണ സമരത്തെക്കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ അതിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് അല്ലെങ്കിൽ ആരംഭിക്കാൻ തീരുമാനിച്ചത് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കിയത് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 നാഗ്പൂരിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ. ഓക്കെ. സമരത്തിന്റെ വിജയത്തിനായി ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സി വിജയരാഘവാചാരി. അഥവാ പൂർണ്ണമായി പറഞ്ഞാൽ നമ്മൾ പറയും ചക്രവർത്തി വിജയരാഘവാചാരി. ഓക്കെ. അപ്പോ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന പ്രമേയം പാസാക്കിയത് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത് 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നാഗ്പൂരിൽ വെച്ച് നടന്നപ്പോൾ. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചക്രവർത്തി വിജയരാഘവാചാര്യരായിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടെ അവിടെ വന്നു. സമരത്തിന്റെ വിജയത്തിന് വേണ്ടി ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുക. അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഈ ആശയപ്രചരണത്തിന് അത് സൗകര്യമാകും എന്ന കാഴ്ചപ്പാട്. അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകമായി കണക്കാക്കിയിരുന്നത് ജില്ലാ കമ്മിറ്റികളായിരുന്നു. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന അംഗീകരിക്കുന്നത് INCയുടെ ഭരണഘടന അംഗീകരിക്കുന്നത് എന്നായിരുന്നു 1908 അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് അടിസ്ഥാന ഘടകങ്ങളായി ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്, ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചതും എന്ന് തന്നെ 1908 തന്നെ. ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും 1908 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ മാത്രമേ അതിനകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളനങ്ങളൊന്നും വിളിച്ചു ചേർത്തിട്ടില്ലായിരുന്നു. മിതവാദികളും തീവ്രവാദികളും ഒന്നായി മാറുന്ന 1916കളിലാണ് ആദ്യമായി ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർക്കുക. അങ്ങനെ ജില്ലാ സമ്മേളനങ്ങൾ കേരളത്തിലും കേരളത്തിലും മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1916ലാണ് നടക്കുക. എന്നാൽ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചത് 1908 നമ്മൾ പറയും. ഓക്കെ. അങ്ങനെ ജില്ലാ കമ്മിറ്റി സമ്മേളനങ്ങൾ നടക്കുന്നു. അതാണ് അടിസ്ഥാന ഘടകമായി കണക്കാക്കുന്നത്. ഒടുവില് 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഗ്പൂർ വാർഷിക സമ്മേളനത്തിൽ എന്ത് പറഞ്ഞു? ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം. 20 ഡിസംബറിലാണ് വാർഷിക സമ്മേളനം. അപ്പോൾ എന്നായിരിക്കും രൂപീകരിക്കുക? 21-ലായിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണ് 1921 കേരളത്തിൽ ഉൾപ്പെടെ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ PCCകൾ രൂപീകരിക്കപ്പെട്ടു. കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എങ്ങനെ പുനഃസംഘടിപ്പിച്ചു? മലബാറിലെയും തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തെയും കൊച്ചി എന്ന നാട്ടുരാജ്യത്തെയും കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അവിടെ തിരുവിതാംകൂറിലെ അംഗങ്ങളുണ്ടായിരുന്നു, കൊച്ചി മഹാരാജ്യത്തെ അംഗങ്ങളുണ്ടായിരുന്നു, കൂടാതെ മലബാറിലെയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും കോൺഗ്രസ് പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുക. അപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ കാരണമായത് ഏത് സമ്മേളനമാണ്? 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനമായ നാഗ്പൂർ സമ്മേളനം. അല്ലെങ്കിൽ കാരണമായ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയാം. ക്ലിയർ ആണ്? ഇതുവരെ ക്ലിയർ ആണ്? അടുത്ത് പറയട്ടെ. യെസ്. അപ്പോ ഈ പ്രമേയത്തിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ രൂപീകരിക്കണമെന്ന് അല്ലേ? അങ്ങനെ 20 ഡിസംബറിൽ സമരം ആരംഭിക്കുകയാണല്ലോ. 21 ആയപ്പോ തദ്ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടു. അവയിൽ പ്രധാനപ്പെട്ട ചിലതാണ് ഗുജറാത്ത് വിദ്യാപീഠം, പിന്നെ കാശി വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. ഇതൊക്കെ ഹൈന്ദവ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ്. ഇസ്ലാം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം തുടക്കം കുറിച്ചു ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല. ഇതൊക്കെ തദ്ദേശീയ സർവകലാശാലകളാണ് അല്ലെങ്കിൽ പഠന കേന്ദ്രങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ സഹായമോ ബ്രിട്ടീഷുകാരുടെ മൂലധനമോ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശക്തി പകരുവാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെ സഹായിച്ചു. ബ്രിട്ടീഷ് സ്ഥാപനങ്ങളിൽ പഠിച്ചിരുന്ന പലരും ആ പഠനം ഉപേക്ഷിച്ച് ഇത്തരം സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, പിന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലകൾ തുടങ്ങിയവയൊക്കെ ഇന്ത്യയിൽ രൂപം കൊണ്ട ദേശീയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ്.
നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീകളാണ് ബസന്തി ദേവിയും ഊർമിള ദേവിയും. എസ്സേറ്റ് ഫാക്റ്റാണ്, മറക്കല്ലേ. നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ സ്ത്രീകൾ ബസന്തി ദേവിയും ഊർമിള ദേവിയും. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ നമ്മൾ പഠിക്കുന്നത് മാത്രം. നമ്മളെ നിയമലംഘന പ്രസ്ഥാനം പഠിക്കുമ്പോഴും ഇതുപോലെ പഠിക്കും. ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാവ്, ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വനിത, ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്നൊക്കെ. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. പി.എസ്.സി ചോദിക്കാറുമുണ്ട് കേട്ടോ. പി.എസ്.സി ചോദിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ പഠിക്കുക. ഉം. അപ്പോ നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ രൂപം കൊണ്ട തദ്ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, പിന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയും. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് അറസ്റ്റിലായ സ്ത്രീകളാണ് ബസന്തി ദേവിയും ഊർമിള ദേവിയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1921 അഹമ്മദാബാദ് വാർഷിക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഔദ്യോഗിക വസ്ത്രം ഖാദിയായി സ്വീകരിച്ചു. ഓക്കെ. അതായത് 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം എവിടെ വെച്ച് നടന്നു? നാഗ്പൂരിൽ വെച്ച് നടന്നു. ഈ നാഗ്പൂരിൽ വെച്ച് സമരം ആരംഭിച്ചു. അപ്പോൾ അടുത്ത വാർഷിക സമ്മേളനം എപ്പോഴാണ് നടക്കുക? 21 ഡിസംബറിലല്ലേ? 21 ഡിസംബർ അഹമ്മദാബാദിൽ വെച്ച് നടന്നപ്പോ എന്ത് ചെയ്തു? കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തില്ലേടെ? കാരണം INCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരമല്ലേ? അപ്പോൾ വിലയിരുത്തും. വിലയിരുത്തുമ്പോൾ ഈ സമര അനുകൂലികൾ അല്ലെങ്കിൽ സത്യാഗ്രഹികൾക്ക് പൊതുവായ ഒരു ഇവരെ തിരിച്ചറിയുന്ന രീതിയിലാകണം എന്നൊരു കാഴ്ചപ്പാടുണ്ടായി. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഔദ്യോഗിക വസ്ത്രം എന്തായിട്ട് മാറ്റുകയാണ്? ഖാദിയായി സ്വീകരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് 1921 അഹമ്മദാബാദ് വാർഷിക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഔദ്യോഗിക വസ്ത്രം ഖാദിയായി സ്വീകരിച്ചു. ചിലര് ഈ സമരത്തിന് പോകുമ്പോഴും മാത്രം ഖാദി ധരിച്ചു. മറ്റു ചിലര് എപ്പോഴും ജീവിതത്തിലും സമരത്തിലും ഖാദി ധരിക്കാൻ തയ്യാറായി. അങ്ങനെയുള്ള ദേശീയ നേതാവാണ് ഗാന്ധിജി, അല്ലെ? നമുക്കറിയാം 1921 എവിടെ വെച്ചാണ്? മധുരയിലെ വൈഗാ നദിക്കരയിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ലാളിത്യ വേഷ സംവിധാനം സ്വീകരിക്കുക. ഗാന്ധിജി തന്റെ ലാളിത്യ വേഷം സ്വീകരിക്കുക ആണോ? അപ്പൊ ഗാന്ധിജി ലാളിത്യ വേഷ സംവിധാനം സ്വീകരിച്ചത് എവിടെ വെച്ച് എന്നാണ് നമ്മൾ പറയുക? മധുരയിൽ വെച്ചെന്ന് പറയും, അല്ലെങ്കിൽ മധുരയിലെ വൈഗാ നദിക്കരയിൽ വെച്ചെന്ന് പറയും. ഏത് വർഷമാണ്? 1921. അതും എന്തിനും കാരണമായി? അഹമ്മദാബാദ് വാർഷിക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഔദ്യോഗിക വസ്ത്രം ഖാദിയായി സ്വീകരിക്കാൻ. പക്ഷേ ഇതൊരു സൂചന മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഔദ്യോഗിക വസ്ത്രം ഖാദിയായി സ്വീകരിച്ചത്? സ്വദേശിവൽക്കരണം എന്ന ലക്ഷ്യം തന്നെയാണ് കാരണം. നമുക്കറിയാം, സ്വദേശിവൽക്കരണം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാര് നമ്മൾ സ്വദേശി പ്രസ്ഥാനം പഠിച്ചപ്പോൾ പഠിച്ചതാണ് അല്ലെ? ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർ വരുമാനം സമ്പാദിച്ചത് അവരുടെ തുണിത്തരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ബ്രിട്ടൻ എന്ന രാജ്യം വ്യാവസായികമായി ഇത്രയും ഉന്നതിയിലെത്താൻ കാരണവും ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ തുണി വ്യവസായം തന്നെയാണ്. മാഞ്ചസ്റ്ററിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാശ്ചാത്യ വസ്ത്രം ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പാശ്ചാത്യ വസ്ത്രം, മാഞ്ചസ്റ്ററിലെ വസ്ത്രം വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ പരമ്പരാഗത അല്ലെങ്കിൽ ഇന്ത്യയുടെ തനതായ വേഷമായ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തി. അപ്പോൾ ആ വസ്തുക്കൾ വാങ്ങാൻ സാധാരണ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല, വില കൂടിയതായതുകൊണ്ട്. അതുകൊണ്ട് അതിനേക്കാൾ വില കുറഞ്ഞ, എന്നാൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ലാഭത്തിൽ അവരെന്ത് ചെയ്തു? അവരുടെ തുണിത്തരങ്ങൾ വിറ്റഴിച്ചു. അപ്പോൾ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി സ്വദേശി വസ്ത്ര പ്രചരണി സഭ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു ആശയം പിൻചെന്നുകൊണ്ട് ഖാദി വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും ആണ് ഈ ഒരു നീക്കത്തിന് കാരണം. ഇനി അഹമ്മദാബാദ്. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരമാണ് അല്ലെ? കോട്ടണോപോളിസ് രണ്ട് തരത്തിൽ അറിയപ്പെടാറുണ്ട്. തുണിത്തരങ്ങൾ നിർമ്മിക്കുന്ന അഹമ്മദാബാദിനെയും നമ്മൾ കോട്ടണോപോളിസ് എന്ന് വിളിക്കും. പരുത്തി നൂൽ കയറ്റുമതി ചെയ്യുന്ന മുംബൈ തുറമുഖത്തെയും നമ്മൾ കോട്ടണോപോളിസ് എന്ന് വിളിക്കും. ഏറ്റവും കൂടുതൽ പരുത്തി മില്ലുകളുള്ളത് മഹാരാഷ്ട്രയിലാണ്. അതുകൊണ്ട് മഹാരാഷ്ട്ര സംസ്ഥാനത്തെയും കോട്ടണോപോളിസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുണി വ്യവസായമുള്ളത് എവിടെയാണ്? അഹമ്മദാബാദാണ്. അതുകൊണ്ട് അഹമ്മദാബാദിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് വിളിക്കും. ആ അഹമ്മദാബാദിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ തുണിത്തരങ്ങളുടെ പ്രധാന കേന്ദ്രമായ അഹമ്മദാബാദിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്
ഖാദി ഔദ്യോഗിക വസ്ത്രമായി സ്വീകരിക്കുന്നത്. പ്രധാന ലക്ഷ്യം സ്വദേശിവൽക്കരണം എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ. ഇനി അപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അതാണ് ഞാൻ അടുത്ത് പറയുന്നത്. അപ്പൊ കുറെ കൺഫ്യൂഷൻ ഉണ്ടായി. കുറച്ചു പേർക്കൊക്കെ ഖാദി വസ്തുക്കൾ കിട്ടുന്നുണ്ട്. ഈ ഖാദി വസ്തുക്കൾ ഇന്ത്യ ഒട്ടാകെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അങ്ങനെയാണ് പിൽക്കാലത്ത് 1923 ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു. 1923 ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1923 ഡൽഹിയില് ഒരു പ്രത്യേക സമ്മേളനം INC സമ്മേളനം വിളിച്ചു കൂട്ടുകയും അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഈ മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷനായ 1923 ഡൽഹി സ്പെഷ്യൽ സെഷനിൽ വെച്ച് പ്രത്യേക സമ്മേളനത്തിൽ വെച്ച് അഖിലേന്ത്യാ ഖാദി ബോർഡ് രൂപീകരിക്കാം. അഖിലേന്ത്യാ ഖാദി ബോർഡ് രൂപീകരിച്ചു. ഓക്കെ. അപ്പൊ അഖിലേന്ത്യാ ഖാദി ബോർഡ് രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഏത് വർഷം? 1923. എന്തിനു വേണ്ടി? ഇന്ത്യയൊട്ടാകെ ഖാദി വസ്തുക്കളുടെ പ്രചരണത്തിന് വേണ്ടി. ഓക്കെ. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രവർത്തകരും നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരും അവരുടെ ഔദ്യോഗിക വസ്ത്രമായി ഖാദി സ്വീകരിച്ചത് എന്നാണ് 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ വെച്ച്. ഓൾ ഇന്ത്യ ഖാദി ബോർഡ് രൂപീകരിച്ചതെന്ന് 1923 ഡൽഹിയിലെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ച്. ആ പ്രത്യേക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. നമ്മൾ INC പഠിച്ചപ്പോൾ അതൊക്കെ വിശദമായി പഠിച്ചതുമാണ് അല്ലെ. ഇനി 1921 അഹമ്മദാബാദ് സമ്മേളനത്തില് വന്ന മറ്റ് നേതാക്കൾ ഉണ്ടായിരുന്നു. CR ദാസും മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദും. 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ അധ്യക്ഷനായതും 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ അധ്യക്ഷനായത്, പ്രസിഡന്റ് ആയത് ആരായിരുന്നു? നമ്മുടെ CR ദാസ് ആയിരുന്നു. പക്ഷേ CR ദാസ് അപ്പോഴും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വക്കീൽ ജോലി ചെയ്യുകയായിരുന്നു. CR ദാസ് മാത്രമല്ല, മോത്തിലാൽ നെഹ്റുവും രാജേന്ദ്ര പ്രസാദും ഒക്കെ. CR ദാസും മോത്തിലാൽ നെഹ്റുവും രാജേന്ദ്ര പ്രസാദും 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ അധ്യക്ഷനായ CR ദാസ് ആണ്. അപ്പോഴും നിസ്സഹകരണ സമരം നടക്കുകയാണ് കേട്ടോ. നിസ്സഹകരണ സമരത്തിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? ബ്രിട്ടീഷുകാരുടെ ജോലി രാജിവെക്കുക. സമരം ആരംഭിച്ചത് 20 ഡിസംബറിലാണ് അല്ലെ. ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ജോലി ഇവരെന്ത് ചെയ്തില്ല? രാജിവെച്ചില്ല. അതുകൊണ്ട് പ്രതിഷേധമുയർന്നു. 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ പ്രസിഡന്റായ CR ദാസിനെതിരെ അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ CR ദാസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. നമ്മൾ INC പഠിച്ചപ്പോൾ അല്ലേ? രാജിവെച്ചു. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും തന്റെ ജോലി രാജിവെക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? പോവുകയും ചെയ്തു. അതോടൊപ്പം മോത്തിലാൽ നെഹ്റു ഉണ്ട് കേട്ടോ. CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. ഇവര് ജോലി പെട്ടെന്ന് ഒരു ദിവസം റിസൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. നോട്ടീസ് പീരീഡ് ഒക്കെ ഇല്ലേ? യെസ്. അങ്ങനെ രാജിവെച്ചിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞ് പോവാണ്. അതുകൊണ്ട് CR ദാസ് പ്രസിഡന്റ് ആയപ്പോൾ ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായി ഒരു ആക്ടിംഗ് പ്രസിഡന്റ് വരിക. ആക്ടിംഗ് പ്രസിഡന്റ് വരിക അദ്ദേഹമാണ് ആര്? ഹക്കിം അജ്മൽ ഖാൻ അല്ലെ. ഹക്കിം അജ്മൽ ഖാൻ അല്ലെ. മറക്കല്ലേ. നമ്മൾ പഠിച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങൾക്ക് ഓർമ്മ വന്നു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. അത് കണക്ട് ചെയ്താൽ നമ്മളിവിടെ പോകുന്നത് കേട്ടോ. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് വക്കീൽ ജോലി രാജിവെച്ച നേതാക്കളാണ് CR ദാസും, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദും. ഇവർ രാജിവെക്കാൻ പോകുന്നപ്പോഴാ 21 അഹമ്മദാബാദ് സമ്മേളനത്തിന് ശേഷം. രാജിവെച്ചിട്ട് തിരിച്ചു വരണം. നോട്ടീസ് പീരീഡ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇവര് രാജിവെച്ചിട്ട് തിരിച്ചു വന്നപ്പോ എന്തില്ല? നിസ്സഹകരണ സമരം ഇല്ല. അതിൽ ആർക്ക് ദേഷ്യമുണ്ടായി? CR ദാസിനും മോത്തിലാൽ നെഹ്റുവിനും ദേഷ്യമുണ്ടായി. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സമരത്തിൽ പങ്കെടുക്കാനാണ് ജോലി രാജിവെക്കാൻ പോയത്. ജോലി രാജിവെച്ചിട്ട് വന്നപ്പോൾ എന്തില്ല? നിസ്സഹകരണ സമരമില്ല. അതെങ്ങനെ നിസ്സഹകരണ സമരം ഇല്ലാതായത്? നമുക്ക് നോക്കാം അല്ലെ. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. യെസ്. അതിന് കാരണമായത് ചൗരി ചൗര സംഭവമാണ്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ പ്രകടനത്തിന് നേരെ പോലീസ് ജനങ്ങളെ വെടിവെച്ചു. അത് ജനങ്ങൾ ഇവിടെ പ്രകടനം നടത്താൻ കാരണം ചൗരി ചൗര എന്ന ഗ്രാമത്തിലെ ജന്മിമാര് ജനങ്ങളെ അമിതമായി ചൂഷണം ചെയ്തു. അതിനെതിരെ ജനങ്ങളെ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ജന്മിമാർ, ഭൂപ്രഭുക്കന്മാരുടെ ആവശ്യപ്രകാരം പോലീസ് എന്ത് ചെയ്തു? ഈ ജനങ്ങളുടെ സമരം അടിച്ചമർത്താൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് വെടിവെയ്പുണ്ടായത്. അങ്ങനെ വെടിവെയ്പുണ്ടായപ്പോ ജനങ്ങളിൽ പലർക്കും പരിക്ക് പറ്റി. ചിലർക്ക് തീവ്രമായി പരിക്ക് പറ്റി. അപ്പൊ ജനങ്ങൾക്ക് ദേഷ്യം വരുമോ? അതോ അവർ ഗാന്ധിജി പറഞ്ഞതാണല്ലോ, നമുക്ക് സമാധാനമല്ലോ, നമുക്ക് തിരിച്ചൊന്നും പ്രതികരിക്കേണ്ട എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ എടുത്തേ. എന്റെ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ മക്കൾക്കോ ബന്ധുജനങ്ങൾക്കോ അപകടമുണ്ടായി. ഞാൻ പകരം വീട്ടാൻ പോകില്ലേ? യെസ്. സ്വാഭാവികമാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുകയാണ്.
നമുക്ക് നിസ്സഹകരണം മാത്രം മതി, അവിടെ അഹിംസാത്മകമായ സത്യാഗ്രഹമാണ് വേണ്ടത് എന്നൊന്നും ജനങ്ങളുടെ മനസ്സിൽ വരത്തില്ല. കുടുംബക്കാർക്ക് ബന്ധുക്കൾക്ക് പരിക്കേറ്റപ്പോൾ ഇവരെന്ത് ചെയ്തു? ശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. പ്രതിഷേധ സൂചകമായി അന്നേ ദിവസം രാത്രിയില് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുന്നു. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 22 പോലീസുകാര് പൊള്ളലേറ്റ് മരിച്ചു. ഈ സംഭവം നടന്നത് 1922 ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ്. ഇതാണ് ചൗരി ചൗര സംഭവം എന്ന പേരിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ പ്രകടനത്തിനെതിരെ പോലീസ് വെടിവെച്ചു. പ്രതിഷേധ സൂചകമായി അല്ലെങ്കിൽ പ്രതികാര സൂചകമായി പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ തീകൊടുത്തു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 22 പോലീസുകാര് പൊള്ളലേറ്റ് മരിച്ചു. അപ്പോ ഈ സംഭവം കേട്ടറിഞ്ഞ ഗാന്ധിജി പറഞ്ഞു, ഇനിയും ജനങ്ങൾ സഹന സമരത്തിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക സമ്മേളനം, അതായത് എക്സിക്യൂട്ടീവ് INC സമ്മേളനം എന്നല്ല, INC പ്രസിഡന്റും വളരെ പ്രധാനപ്പെട്ട നേതാക്കളും ഒരുമിച്ച് ഗാന്ധിജി വിളിച്ചു ചേർക്കുകയും ഗാന്ധിജിയുടെ അഭിപ്രായം അനുസരിച്ച് എന്ത് ചെയ്തു? ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയും ചെയ്യാം. അപ്പോ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ജനങ്ങൾ ഇനിയും സഹന സമരത്തിന് തയ്യാറായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചൗരി ചൗര സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഗാന്ധിജി ഏറ്റെടുത്തു. ഈ ചൗരി ചൗര സംഭവത്തിന് കാരണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ 22 പോലീസുകാർ പൊള്ളലേറ്റ് മരിക്കാൻ കാരണം ഞാനാണ് എന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഗാന്ധിജി അവിടെ സമരത്തിൽ പോയോ? ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ പോയോ? പോയില്ല. ഗാന്ധിജിയാണോ പോലീസ് സ്റ്റേഷനിൽ എത്തി കൊടുത്തത്? അല്ല. സംഭവം നടന്നു കഴിഞ്ഞ് ഗാന്ധിജി പറഞ്ഞു, ഞാനാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് എന്ത് ചെയ്യും? ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി. ആ തെറ്റ് ചെയ്യാത്ത ആള് ഉത്തരവാദിത്തം ഞാനാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ? യെസ്. അങ്ങനെ ഗാന്ധിജി ഈ ചൗരി ചൗര സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ട് ഗാന്ധിജിക്കെതിരെ 1922 ഫെബ്രുവരി മാസം 9-ാം തീയതി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. തുടർന്ന് ഗാന്ധിജി, ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രമുഖ വ്യക്തികളെ മാത്രം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ യോഗം കൂടുകയും ആ യോഗ തീരുമാനം അനുസരിച്ച്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം ഗാന്ധിജി 1922 ഫെബ്രുവരി മാസം 12-ാം തീയതി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഓക്കെ. 1921 ഡിസംബറിൽ അഹമ്മദാബാദ് സമ്മേളനത്തില് പ്രതിഷേധിച്ചത് കാരണം ജോലി രാജിവെച്ചിട്ട് സമരത്തിന് വരാൻ പോയിരിക്കുകയാണ് ആരൊക്കെ? CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഏകദേശം 1.5 മാസം തികഞ്ഞില്ല. അതിനുമുമ്പ് ചൗരി ചൗര സംഭവം ഉണ്ടായി. ഫെബ്രുവരി 5, ഫെബ്രുവരി 9 ഗാന്ധിജിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ഫെബ്രുവരി 12-ാം തീയതി പിൻവലിച്ചു. ഈ ജോലി രാജിവെച്ചിട്ട് തിരിച്ചു വന്നപ്പോ ആരൊക്കെ? CR ദാസും മോത്തിലാൽ നെഹ്റുവും തിരിച്ചു വന്നപ്പോ നിസ്സഹകരണ പ്രസ്ഥാനമില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് വലിയ പ്രതിഷേധമുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം ഒരു ഹിമാലയൻ ബ്ലണ്ടർ ആണ് എന്ന് ഗാന്ധിജി സ്വയം വിശേഷിപ്പിച്ചു. ജനങ്ങള്, ഞാൻ ഇതൊക്കെ പറഞ്ഞു, ജനങ്ങൾ അനുസരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ജനങ്ങള് ഇനിയും സഹന സമരത്തിന് തയ്യാറായിട്ടില്ല. ജനങ്ങൾ സഹന സമരത്തിന് തയ്യാറാകാത്തിടത്തോളം കാലം നിസ്സഹകരണ പ്രസ്ഥാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന അർത്ഥത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് ആര് വിശേഷിപ്പിക്കുക? ഗാന്ധിജി വിശേഷിപ്പിക്കുക. തുടർന്ന് ഗാന്ധിജിക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഫെബ്രുവരി 9. ഗാന്ധിജി തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഫെബ്രുവരി 12. ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1922 മാർച്ച് 22. തുടർന്ന് അദ്ദേഹത്തെ ഏർവാദ ജയിലിൽ പാർപ്പിക്കുകയാണ്. PS ചോദിക്കാറുണ്ട്, നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഏത് ജയിലിലാണ് ഗാന്ധിജിയെ പാർപ്പിച്ചത്? ഏത് ജയിലിലാണ്? ഏർവാദ ജയിലിൽ. ഓക്കെ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം 2 പോയിന്റ്. ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ പ്രകടനത്തിനെതിരെ പോലീസ് വെടിവെച്ചു. പ്രതിഷേധ സൂചകമായി പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ ആക്രമിച്ചു തീകൊടുത്തു. 22 പോലീസുകാർ പൊള്ളലേറ്റ് മരിച്ചു. ഈ ദാരുണ സംഭവം നടന്നത് 1922 ഫെബ്രുവരി 5-നാണ്. ജനങ്ങൾ ഇനിയും സഹന സമരത്തിന് തയ്യാറായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചൗരി ചൗര സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഗാന്ധിജി ഏറ്റെടുത്തു. ഗാന്ധിജിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് 1922 ഫെബ്രുവരി മാസം 9-ാം തീയതി. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് 1922 ഫെബ്രുവരി 12-ാം തീയതി. തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി തന്നെ. ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1922 മാർച്ച് മാസം 12-ാം തീയതി. തുടർന്ന് ജയിലിലടയ്ക്കപ്പെട്ടു. ഏത് ജയിലിലാ? ഏർവാദ ജയിലിൽ. അപ്പോ CR ദാസും മോത്തിലാൽ നെഹ്റുവും ഒക്കെ ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് അറിയുന്നില്ല. അവര് സമരത്തിന് വേണ്ടി എന്തില്ല? നിസ്സഹകരണ പ്രസ്ഥാനം ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് പ്രതിഷേധം ഉണ്ടാവും, അല്ലെ? യെസ്. അത് തന്നെ നമ്മളിവിടെ പറയുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് CR ദാസിന്റെ
രാഷ്ട്രീയ ശിഷ്യനായ സുഭാഷ് ചന്ദ്രബോസാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പകരമായി പിൽക്കാലത്ത് എന്ത് രൂപീകരിക്കപ്പെടുന്നു? ആ നിയമലംഘന പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു അല്ലെ? ആ നിയമലംഘന പ്രസ്ഥാനത്തെ സുഭാഷ് ചന്ദ്രബോസ് സപ്പോർട്ട് ചെയ്തു തീർച്ചയായിട്ടും. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ നിസ്സഹകരണ പ്രസ്ഥാനം ഈ ചൗരിചൗര ഗ്രാമത്തിൽ നടന്ന ജനങ്ങളുടെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് പിൻവലിച്ചത് ആർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല? മറ്റ് പല നേതാക്കൾക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇവിടത്തിന് കാരണം. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ മുഴുവൻ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ പറ്റി അഭിപ്രായപ്പെട്ടത് ലാലാ ലജ്പത് റോയിയും. ശരിയല്ലേ? സ്വാഭാവികമായിട്ടും നമുക്ക് ശരിയെന്ന് തോന്നും അല്ലെ? ഒരു ഗ്രാമത്തിൽ നടന്ന ചെറിയൊരു സംഭവം അതേ തുടർന്ന് ഇന്ത്യ ഒട്ടാകെ നടത്തപ്പെട്ട ഒരു അഖിലേന്ത്യാ പ്രക്ഷോഭം പിൻവലിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞത് ആരാണ്? ലാലാ ലജ്പത് റോയിയുമാണ്. ഇമ്പോർട്ടന്റ് ആണേ. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ മുഴുവൻ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ പറ്റി അഭിപ്രായപ്പെട്ടത് ലാലാ ലജ്പത് റോയിയും. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സ്വരാജ് പാർട്ടി. അതായത് മറ്റൊന്നുമല്ല, 1922 ഗയാ സമ്മേളനം നമ്മൾ ഇന്റർനാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ലെ? 1922 ഗയാ സമ്മേളനത്തിൽ അധ്യക്ഷനായത് സി ആർ ദാസ് ആയിരുന്നു. സി ആർ ദാസ് അധ്യക്ഷനായ ഗയാ സമ്മേളനത്തിൽ വെച്ച് സ്വാഭാവികമായിട്ടും ഈ സമ്മേളനം നടക്കുന്നത് ഡിസംബറിലല്ലേ? വാർഷിക സമ്മേളനം. അതെ, ഡിസംബറിൽ. ഈ ഡിസംബറിൽ നടന്ന ഗയാ സമ്മേളനത്തിൽ വെച്ച് 1922 ഫെബ്രുവരി മാസം 12-ാം തീയതി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിന് പകരമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്വരാജിന് വേണ്ടിയിട്ട് പ്രത്യക്ഷ സമരം ആരംഭിക്കണം എന്ന് ചർച്ച വന്നു. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും തന്നെ. പക്ഷേ ഗാന്ധിജിയെ അനുകൂലിക്കുന്ന മറ്റു വ്യക്തികൾ പറഞ്ഞു ഗാന്ധിജി പിൻവലിച്ചത് തന്നെ. വീണ്ടും അതിന് പകരമായിട്ട് രൂപീകരിക്കുക എന്ന് പറയുമ്പോൾ അത് ഗാന്ധിജി എന്ന ദേശീയ നേതാവിനെ എതിർക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് അങ്ങനെ ഒരു എടുത്തുചാട്ടം നമുക്ക് വേണ്ട. പതിയെ നമുക്ക് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ചർച്ചയ്ക്ക് തുടക്കമിട്ട നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിൽ എതിർപ്പുണ്ടായിരുന്ന തീവ്രവാദി നേതാക്കൾ അഥവാ വിപ്ലവ നേതാക്കൾ എന്ത് ചെയ്തു? അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. വീണ്ടും സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് രാജിവെക്കുകയാണ്. 1922 ഗയാ സമ്മേളനത്തിൽ സി ആർ ദാസും അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റുവും എന്ത് ചെയ്യുന്നു? INC-യിൽ നിന്ന് രാജിവെച്ചു. രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ഡിസംബർ അവസാനത്തെ ആഴ്ചയാണല്ലോ. അതേ തുടർന്ന് ഡിസംബർ മാസം അവസാനത്തെ ആഴ്ച നടന്ന INC-യുടെ ഗയാ സമ്മേളനം അവസാനിച്ചതിന്റെ പിറ്റേ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 1923 ജനുവരി മാസം 1-ാം തീയതി സ്വതന്ത്രമായി സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയാണ്. അപ്പൊ PSC 2 ചോദ്യങ്ങൾ അവിടെ ചോദിക്കുക. ഒന്ന്, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഏത് സമ്മേളനത്തിലായിരുന്നു? ഏത് സമ്മേളനം? 1922 ഗയാ സമ്മേളനം. പക്ഷെ അവിടെ ചർച്ച വിജയിച്ചോ? ഇല്ല, പരാജയപ്പെട്ടു. വിജയിച്ചെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിലല്ലേ സ്വരാജ് പാർട്ടി രൂപീകരിക്കേണ്ടത്? എന്നാൽ അങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? ഇല്ല, ചർച്ച പരാജയപ്പെട്ടു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന സി ആർ ദാസും പ്രവർത്തകനായിരുന്ന മോത്തിലാൽ നെഹ്റു രാജിവെച്ചുകൊണ്ട് സ്വതന്ത്രമായി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് 1923 ജനുവരി 1. ആദ്യ സമ്മേളനം വിളിച്ചുകൂട്ടിയത് അലഹാബാദിൽ. പ്രസിഡന്റ് സി ആർ ദാസ് ആണ്, സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ക്ലിയർ ആണ്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് 1923 ജനുവരി 1. ആദ്യ സമ്മേളനം നടന്നത് അലഹാബാദിൽ. പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് സി ആർ ദാസിനെ, സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് മോത്തിലാൽ നെഹ്റുവിനെ. അങ്ങനെ സ്വരാജ് പാർട്ടി തീവ്ര നിലപാടുകളുമായിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അതേക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായി തന്നെ പഠിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്താലോ? യെസ്, നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ അഖിലേന്ത്യാ ബഹുജന പ്രക്ഷോഭം. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വരാജ് നേടിയെടുക്കുക എന്നത് തന്നെയാണ്. മറ്റ് ലക്ഷ്യങ്ങൾ പഞ്ചാബിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഖിലാഫത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക.
നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളായി നിശ്ചയിച്ചത് സ്വദേശി എന്ന ആശയ പ്രചരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് ബ്രിട്ടീഷ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരെ ഇതിലേക്ക് ആകർഷിക്കുക, ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തുക, ഐത്തോച്ചാടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അത് വിദ്യാഭ്യാസത്തിന്റെ ഒട്ടനവധി പേര് ഇതിനെ പിന്തുണയ്ക്കാൻ കാരണമായി തീർന്നു. അഹിംസയുടെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു. ഏത് സമ്മേളനത്തിൽ? 1920 കൽക്കട്ടയിൽ നടന്ന പ്രത്യേക സമ്മേളനത്തിൽ. ഈ കൽക്കട്ട പ്രത്യേക സമ്മേളനത്തിന്റെ അധ്യക്ഷനായത് ലാലാ ലജ്പത് റായി. പ്രമേയം പാസാക്കിയത് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് അല്ലെങ്കിൽ ആരംഭിക്കാൻ തീരുമാനിച്ചത് 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാഗ്പൂരിൽ നടന്ന വാർഷിക സമ്മേളനം. സമരത്തിന്റെ വിജയത്തിനായി ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് തീരുമാനിച്ചു. ഈ നാഗ്പൂർ വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ചക്രവർത്തി വിജയരാഘവാചാരി. നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ രൂപം കൊണ്ട ദേശീയ തദ്ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, ജാമിയ മിലിയ സർവകലാശാല തുടങ്ങിയവ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് അറസ്റ്റിലായ സ്ത്രീകളാണ് ബസന്തി ദേവിയും ഊർമിള ദേവിയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1921 വാർഷിക സമ്മേളനം അഹമ്മദാബാദിൽ വെച്ച് നടന്നു. ഈ സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഔദ്യോഗിക വസ്ത്രം എന്തായി സ്വീകരിച്ചു? ഖാദിയായി സ്വീകരിച്ചു. എന്നാൽ അഖിലേന്ത്യാ ഖാദി ബോർഡ് രൂപീകരിച്ചത് 1923 ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ. ആ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ അല്ലേ? നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് വക്കീൽ ജോലി രാജിവെച്ച നേതാക്കളായിരുന്നു, അഥവാ ബാരിസ്റ്റർ പദവി രാജിവെച്ച നേതാക്കളായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റുവും രാജേന്ദ്ര പ്രസാദും. ചൗരി ചൗര സംഭവം. ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവമായിരുന്നു ചൗരി ചൗര സംഭവം. നോക്കാം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ പ്രകടനത്തിന് നേരെ പോലീസ് വെടിവെച്ചു. ഒട്ടനവധി ജനങ്ങൾക്ക് പരിക്കേറ്റു. പ്രതിഷേധ സൂചകമായി അല്ലെങ്കിൽ പ്രതികാര സൂചകമായി ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും തീകൊടുക്കുകയും ചെയ്തു. അതിൽ 22 പോലീസുകാർ പൊള്ളലേറ്റ് മരിച്ചു. ഈ ദാരുണ സംഭവം നടക്കുന്നത് 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി. ജനങ്ങൾ ഇനിയും സഹന സമരത്തിന് തയ്യാറായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചൗരി ചൗര സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഗാന്ധിജി ഏറ്റെടുത്തു. തുടർന്ന് ഗാന്ധിജിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് 1922 ഫെബ്രുവരി മാസം 9-ാം തീയതി. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത് 1922 ഫെബ്രുവരി 12. ആ ഡേറ്റ് മറക്കരുത്. 1922 ഫെബ്രുവരി മാസം 12-ാം തീയതി. 1922 ഫെബ്രുവരി മാസം 12-ാം തീയതി. നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കാരണം സഹന സമരത്തിന് ഇനിയും ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല. അത് തന്നെയാണ് കാരണം. തുടർന്ന് ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഗാന്ധിജിയല്ലേ. അതുകൊണ്ട് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1922 മാർച്ച് 12. പാർപ്പിച്ചത് ഏർവാദ ജയിലിൽ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു, നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിച്ചത് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് CR ദാസിന്റെ രാഷ്ട്രീയ ശിക്ഷനെ കണക്കാക്കുന്ന സുഭാഷ് ചന്ദ്രബോസ്. ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ മുഴുവൻ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ പറ്റി അഭിപ്രായപ്പെട്ടത് ലാലാ ലജ്പത് റായി. അപ്പോ ഇവരെ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പാണ് എന്തിനു കാരണമായി തീർന്നത്? സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന്. നിസ്സഹകരണ പ്രസ്ഥാനത്ത് പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. രൂപീകരിക്കപ്പെട്ടത് 1923 ജനുവരി മാസം 1-ാം തീയതി. ആദ്യ സമ്മേളനം നടന്നത് അലഹാബാദിൽ വെച്ച്. സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് CR ദാസ് ആണ്, സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നിസ്സഹകരണ പ്രസ്ഥാനമാണ് നമ്മൾ അന്നേ ദിവസം പഠിച്ചുറപ്പിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നടന്ന ആദ്യ സമരം. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഇടയിൽ കുറെ ദേശീയ പ്രാധാന്യമുള്ള കുറെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ തുടർന്ന് പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആ സംഭവവികാസങ്ങൾ പഠിച്ചതിന് ശേഷം ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ അഖിലേന്ത്യാ സമരമായ നിയമലംഘന പ്രസ്ഥാനത്തിലേക്ക് പോകും. അതിന്റെ ഭാഗമായി ഉപ്പു സത്യാഗ്രഹം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം മറ്റൊരു ടോപ്പിക്കുമായി.